അടുത്തത് പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്തതിന് ശ്രീ ലാൽ കൽപ്പകവാടിയെയും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ സന്ദീപ് വാചസ്പതിയെയും പ്രിയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരുടെ അനുമതിയോടുകൂടി പുസ്തകം ഏറ്റുവാങ്ങും. പ്രകാശനത്തിനോട് സംസാരിക്കുന്നതിന് പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ലാൽ വർഗീസിനെ ഈ പുസ്തകപ്രകാശനത്തിൻ്റെ അധ്യക്ഷനായി വന്നിരിക്കുന്ന പ്രിയങ്കരനായ KNA കാദർ സാർ, ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സന്ദീപ്, പ്രിയപ്പെട്ട ഈ വേദാബുക്സിൻ്റെ പബ്ലിഷർ രാം സാർ, ഇത് ഏറ്റവും എനിക്ക് കടപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ് വർമാൻ. നേരത്തെ നരൂരി അരിമാരോട് പറഞ്ഞ പോലെ അന്നത്തെ ഒരു ആത്മബന്ധം പറഞ്ഞറിയിക്കാൻ ഈ കഴിയില്ല. അതുപോലൊരു ബന്ധമാണ് ഇദ്ദേഹമായിട്ടുള്ളത്. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നരൂരി അരിമ, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ഗോപകുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, എൻ്റെ പ്രസംഗമാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാണ് എന്നെ പലരും വിട്ടിരിക്കുന്നത്. കാരണം നേരിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവും TV തോമസും കൂടി സംസാരിക്കുന്നത് വളരെ നേരിട്ട് കേട്ടിട്ടുള്ള പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം മരിക്കുമ്പം TV തോമസ് മരിക്കുമ്പോൾ എനിക്ക് 20 വയസ്സുണ്ട്. നിങ്ങളെല്ലാം വിചാരിക്കും വർഗീസ് വൈദ്യനെ പോലെ ഒരാളുടെ മകൻ എങ്ങനെ കോൺഗ്രസ് ആയി. എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതിനൊന്നും ഉത്തരം ഞാൻ പറയുക. കാരണം ആദ്യമായിട്ട് അദ്ദേഹം സ്വതന്ത്ര സമര സേനാനിയാണ്. ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതിനുശേഷമാണ് അന്നത്തെ ചെറുപ്പക്കാർ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് വരികയും ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളുടെ മകനായിട്ട് ഞാൻ ജനിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ പുള്ളി ഈ രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് ചെയ്തത് എന്താണെന്ന് പഠിപ്പിച്ച് വിട്ട ഒരാളാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. KC ജോർജ്, PT കുന്നൂസ്, TV തോമസ് ഉൾപ്പെടെയുള്ള അന്നത്തെ ചെറുപ്പക്കാർ അതിൽ ആകർഷകരായി അവർ പോയി. ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിച്ചു. അതില് ഏറ്റവും തെറ്റിപ്പോയ ഒരു വിപ്ലവമാണ് പുന്നപ്ര വയലാർ. കാരണം അന്നത്തെ നേതാക്കൾ വിശാലമായി ഇതിനെപ്പറ്റി പഠിക്കുകയോ ഇതിൻ്റെ ദുരന്തങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയോ ചെയ്യാതെ
നടത്തിയ ഒരു വിപ്ലവമാണ് പുന്നപ്ര വയലാർ. പക്ഷെ അതിനകത്തെ മുഖ്യ പങ്കാളി അല്ലെങ്കിൽ ആസൂത്രകൻ യാതൊരു സംശയം വേണ്ട, അത് EMS നമ്പൂതിരിപ്പാട് തന്നെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി ഞാനൊന്നും സംശയിക്കുന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു വലിയ വിപ്ലവ പാർട്ടിയായിട്ട് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ കോൺഗ്രസിന് പകരം ഇത് ഒരു ശക്തമായ ഒരു പാർട്ടിയായി ഇന്ത്യ മുഴുവനും വളരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ SA ഡാങ്കയുമായി 2 ദിവസം ഒരുമിച്ചിരുന്ന, നിങ്ങൾ ഓർക്കുമായിരിക്കും, 78, 79 അല്ലെങ്കിൽ 80 കാലഘട്ടത്തിൽ അപ്പ ഡാങ്കയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് ഓൾ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് മോഹിത് സെൻ ഉൾപ്പെടെ കല്യാണസുന്ദരം ഉൾപ്പെടെ ഉള്ള ആൾക്കാരുമായി വന്ന കാലഘട്ടത്തിൽ ഡാങ്കെ അവസാനമായി കേരളത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എനിക്കറിയേണ്ട ഒരേ ഒരു കാര്യമായിരുന്നു, അത് വായിച്ചറിഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേരിട്ട് എനിക്കറിയണം എന്നുള്ളത് കൊണ്ട് എനിക്കറിയേണ്ടത്, ഇവര് മോസ്കോയിൽ പോയി സ്റ്റാലിനുമായി കണ്ടിരുന്നു. അത് സത്യമാണോ? 4 പേര് പോയി. അത് ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ ബെർലിൻ കുഞ്ഞനന്ദൻ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിനകത്ത് കൽക്കട്ടയിൽ നിന്ന് മുങ്ങിക്കപ്പലിൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിന്റെ യാഥാർത്ഥ്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് അത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ശരിയാണ്, വാസവ പുന്നയ്യ, രാജേശ്വര റാവു, അജയ് ഘോഷ്, ഇവര് 4 പേരും ബെർലിൻ കൊട്ടാരത്തിൽ ചെന്നു സ്റ്റാലിനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട്. അദ്ദേഹം പറഞ്ഞത്, യു ടേക്ക് ദ മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാപ്പ് എടുക്കാൻ പറയും. മാപ്പ് എടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചത് 3-4 ചോദ്യമുണ്ട്. ഒന്ന് ചോദിച്ചത്, എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്? കേരളത്തിലുണ്ട്, ബംഗാളിലുണ്ട്, ത്രിപുരയിലുണ്ട്, പിന്നെ കുറച്ച് ഭാഗം അന്ന് തെലുങ്കാനയും മറ്റ് ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ. എത്ര പേര് പട്ടാളത്തിലുണ്ടെന്ന് ചോദിച്ചു. നോബഡി ഈസ് ദേർ. പട്ടാളത്തിൽ ആരുമില്ല. എത്ര പേര് സിവിൽ സർവീസിലുണ്ടെന്ന് ചോദിച്ചു. ആരുമില്ല. പോലീസിൽ, മറ്റേ താഴെത്തട്ടിൽ എല്ലാം ചോദിച്ചപ്പോൾ വളരെ അവസാനം അദ്ദേഹം പറഞ്ഞത്, യു ഗോ ബാക്ക് ടു ഇന്ത്യ. ഇന്ത്യ ഈസ് എ ഫ്രീ കൺട്രി. അതോടൊപ്പം ഡാങ്കെ എന്നോട് പറഞ്ഞൊരു അദ്ദേഹം പറഞ്ഞൊരു ഉപദേശമുണ്ട്, യു ബിക്കം എൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകാനാണ് പറഞ്ഞത്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റുപറ്റിയത്. വിവിധ ഭാഷകൾ, വിവിധ ജാതി മത ഉപജാതികൾ എല്ലാം ഉള്ള ഒരു രാജ്യം, അത് ചൈനയെ നോക്കിയോ റഷ്യ നോക്കിയോ ഉണ്ടാക്കാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അവിടെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നയം ആദ്യം തുടങ്ങുന്നത്. അതിപ്പോഴും തുടരുകയാണ്. അതിനുശേഷം 88 ഞാൻ വർമാജിയോട് പറഞ്ഞു, അപ്പ മരിക്കുന്നത് 89-ലാണ്. 88 നവംബർ 16-ം തീയതി മനോരമയിൽ വളരെ വലിയ ഒരു ലേഖനമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തെറ്റൊരു ലഹരി. അതിനകത്ത് സബ് ഹെഡിങ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എൻ്റെ ഉണ്ടായിരുന്ന ലേഖനം, അല്ലെങ്കിൽ അവിടുത്തെ ലൈബ്രറിയിൽ പരിശോധിച്ചാൽ കിട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തെറ്റായി നയിക്കുന്നവരിൽ പ്രമുഖനാണ് EMS എന്ന് സഹപ്രവർത്തനായ വർഗീസ് വൈദ്യൻ പറയുന്നു.
ഒരു വലിയ ചെറിയ ലേഖനമല്ല, ഒരു വലിയ ആഫ്റ്റർ വലിയ ഡിസ്കഷന് ശേഷം ആ പർട്ടിക്കുലർ ദിവസം നിങ്ങൾ അതെടുത്ത് പരിശോധിച്ചു. കേരളത്തിലെ പിന്നെ സംസ്ഥാന സമ്മേളനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടക്കുന്ന ദിവസമാണ് ഈ പത്രം ഇവിടെ ഇറങ്ങുന്നത്. അന്ന് TKG നായരും ഭാർഗവൻ നായരും പത്രക്കാർക്കറിയാം, എഡിറ്റോറിയൽ ബോർഡുണ്ട്, അവര് പ്രോ CPIക്കാർ തന്നെ, അവരുമായിട്ട് ഡിസ്കഷൻ നടത്തി. അപ്പൊ ആ വെല്ലുവിളിച്ചു, ഇതിന് മറുപടി EMS പറയട്ടെ. ലേഖനത്തിന് മറുപടി പറയാത്ത ഒരേ ഒരു ലേഖനം അതാണ്, കമ്മ്യൂണിസത്തിന് തെറ്റൊരു ലഹരി. ആ പാതയിലോട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പൊ അവസാനത്തെ പോലും, ഈ അടുത്ത കാലത്ത് പോലും മറ്റെല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് നിന്ന് BJPയെ നമ്മൾ നേരിടണം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ട് അഭിപ്രായമാണ്. ഒരു കാലത്തും കോൺഗ്രസിനെ സഹായിച്ച് മുന്നോട്ട് പോയി ഇത് ഒരുമിച്ച് നീക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിന്നിട്ടില്ല. ഞാൻ നീട്ടുന്നില്ല. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. വാജ്പേയിയും ഗ്വാളിയറിൽ വാജ്പേയിയും മാധവറാവ് സിന്ധ്യയും കൂടെ മത്സരിച്ച കാലം, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയാ സഹായിച്ചത്? വാജ്പേയിയെ സഹായിച്ചത്. വാജ്പേയി തോറ്റുപോയി. ഡൽഹിയിൽ CM സ്റ്റീഫനും വാജ്പേയി തമ്മിൽ മത്സരിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് പത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആർക്ക് വോട്ട് ചെയ്യും ചോദ്യം ചിഹ്നമായി. ആ ചോദ്യം ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏത് ചെകുത്താന്റെ കൂടെ കൂടിയും കോൺഗ്രസിനെ തകർക്കുക, അതായിരുന്നല്ലോ EMSന്റെ നയം. ആ നയമാണ് ഇപ്പോഴും തുടരുന്നത്. അതിൽ വ്യത്യസ്തമായി CPI ഒരു കാലഘട്ടത്തിൽ വന്നു. ആ വന്ന് കോൺഗ്രസിന്റെ കൂടെ വന്നപ്പം 2 കേന്ദ്രമന്ത്രിമാരെ കിട്ടി. ഇന്ദരത് ഗുപ്തയെ, മിശ്രയെ, ചാതുശേഖർ മിശ്ര, 2 പേരെ അല്ലെ, ചതുരാംഗ മിശ്ര, 2 പേരെ കിട്ടി. ഇവിടെ 2 മുഖ്യമന്ത്രിമാരെ കിട്ടി. ആ സന്ദർഭത്തിലാണ് TV തോമസിന്റെ മരണം, ഇടതുപക്ഷമായിട്ടുള്ള യോജിപ്പ്. അതിനകത്ത് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നും ഡാങ്കയുടെ നയമാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്ന CPIക്കാരാണ് 98% അവിടെ ഇരിക്കുന്നത്. ഞാൻ പേരുകൾ പറയുന്നില്ല. എന്ത് ഇടതുപക്ഷം? 4,300 MLA-മാര് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അതിൽ എത്ര പേരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി? വാട്ട് ഇസ് യുവർ റോൾ ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ്? യു ഹാവ് നോ റോൾ. ഞാൻ പ്രസംഗം കേട്ടുന്നില്ല. ഇവിടെ തുടർ ഭരണം വരുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അനൈക്യം കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്താ വേണം ഇത് പറയണ്ടേ? കോൺഗ്രസിന്റെ അനൈക്യം കൊണ്ട് മാത്രമാണ്, അല്ല കമ്മ്യൂണിസത്തിനോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ ഉള്ള ആഭിമുഖ്യം കൊണ്ടല്ല. കേരളത്തിൽ തെറ്റിദ്ധരിക്കേണ്ട ആരും. അത് കോൺഗ്രസ് പഠിക്കണം. ഞാൻ ആരെയും നോക്കി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്, അല്ലാതെ പമ്പിൽ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ പുസ്തകം വലിയ ത്യാഗങ്ങൾ സഹിച്ച് വർമാജി ഇത് 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 കൊണ്ടുവന്നതാണ്. ഒത്തിരി പേരുമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ഞാൻ അതിനകത്ത് നേരത്തെ ഹരികുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അന്ന് 72-76 വയസ്സുള്ളവരെ ഇന്റർവ്യൂ ചെയ്തപ്പോ അവിടെ എല്ലാം അവസാന ഭാഗം ഇത് വേണ്ടായിരുന്നു എന്ന് അല്ലേ മനുഷ്യൻ പറയുന്നത്. ഇത് വേണ്ടായിരുന്നു, ഇത് വേണ്ടായിരുന്നു. അത് തുറന്നു പറയാനുള്ള ധൈര്യം അവർക്കില്ല. കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആരെങ്കിലും നേതാക്കന്മാരെ നോക്കി കാര്യങ്ങൾ പറയും? പറയത്തില്ല. അപ്പൊ അന്ന് ഈ ഇന്റർവ്യൂ നടക്കുന്ന അതിന്റെ അവസാനം പറയുന്നത് ഇത് വേണ്ടായിരുന്നു എന്നാണ്.
ഖാൻ സാഹിബിന്റെ 15ാമത്തെ പേജ് ഞാൻ അത് മാത്രം എടുത്തോണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഓരോ രാജ്യത്തിന്റെ രീതി അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകണം. അത് പോയില്ല. അതുകൊണ്ട് ഏത് പിന്തിരിപ്പം പാർട്ടിയുമായി ചേർന്ന് കോൺഗ്രസ് ഒഴിച്ച് എല്ലാ പിന്തിരിപ്പം പാർട്ടികളുമായി ചേർന്ന് ഭരിക്കാൻ തീരുമാനിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതിന് അവർ വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. ഏതായാലും എന്നെ ഇവിടെ വിളിച്ച് ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഉദ്ഘാടനം കൊടുക്കാനായിട്ട് ശ്രീ സന്ദീപിനെ പോലുള്ള എന്റെ കൊച്ചനിയൻ, പാർട്ടി ഏതെങ്കിലും ആയിക്കോട്ടെ, മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ KN സാറ് ഇവിടെ വന്നപ്പം ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ എന്നോട് കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞത്, വൈദ്യരുമായി ഞാൻ ഏറ്റവും വലിയ അടുപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെ ചെന്നാലും എനിക്കുള്ള അംഗീകാരം ലാൽ വർഗീസ് കൽപ്പവാടി എന്നുള്ള കർഷക കോൺഗ്രസ് പ്രസിഡന്റിനേക്കാൾ വർഗീസ് വൈദ്യന്റെ മകൻ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് വർമാജിക്കും എൻ്റെ എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ചെയ്യുന്നു.